ഇന്നത്തെ എൻ്റെ വീഡിയോ പഞ്ചാബിലെ ഒരു വിഷുക്കണിയാണ്. തലേദിവസം രാത്രി തന്നെ വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കണി കാണാൻ വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം ഈ ഉരുളിയിൽ ഓരോ സാധനങ്ങളും എടുത്തു വെച്ചു, പിന്നെ അത് മാറ്റി രണ്ടാമതും എടുത്തു വെച്ചു. കാരണം എല്ലാം കൂടെ ഉരുളിക്കകത്ത് വരുന്നില്ല. ഐറ്റംസ് എല്ലാം വലിയ വലിയ ഐറ്റംസ് ആയതുകൊണ്ട് ഉരുളിക്കകത്ത് ഇരിക്കാൻ പാടായിരുന്നു. പിന്നെ കരുതി എന്നാൽ പിന്നെ അങ്ങ് പുറത്ത് ബാക്കിയുള്ളതെല്ലാം പുറത്തും വെക്കാമല്ലോ എന്ന് കരുതി. എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞങ്ങളിങ്ങനെ വിഷുക്കണി ഒരുക്കലും ഇങ്ങനെ വിഷുവൊന്നും അങ്ങനെയല്ല. ചെറുതിലെ എന്തോ എനിക്ക് തോന്നുന്നു പപ്പയുടെ അമ്മ ചെറിയ കൈനീട്ടം തരുമായിരുന്നു. അതൊക്കെ ഒരു വിഷു എന്ന് പറയുമ്പോൾ ഒരു കൈനീട്ടം കിട്ടും. അതായിരുന്നു ഒരു ചെറിയൊരു വിഷു ആയിട്ടുള്ള ഒരു ഓർമ്മ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോ. വിഷുക്കണി കാണുക, പിന്നെ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ കഴിക്കുക, ഇതൊക്കെ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. പിന്നെ ഈ ചക്ക മേടിക്കാൻ ഞാൻ ഒത്തിരി കറങ്ങി കേട്ടോ മാർക്കറ്റിൽ. ചെറിയ ഇടിച്ചക്കയൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരു വിളഞ്ഞ ചക്ക കഴിക്കാൻ കൊതി തോന്നിയത് കൊണ്ട് ഞാൻ എന്നാ ചെയ്തു, ഒരു വലിയ ചക്ക നോക്കി മേടിച്ചു. ഈ ഒരു ചക്കയ്ക്ക് 200 രൂപയായി. പിന്നെ ഒരു തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു, തേങ്ങ പൊട്ടിച്ചാണ് വെക്കേണ്ടതെന്ന് തോന്നുന്നു. പക്ഷെ അതും വിട്ടുപോയി. ഞാൻ അതോടെ തന്നെ അങ്ങ് വെച്ചായിരുന്നു. എല്ലാം ഒരുക്കി പിന്നെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് വിഷുക്കണിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഞാൻ എൻ്റെ കൊച്ചിന് ഇഷ്ടമുള്ള ഐറ്റംസുകളും ഉണ്ടാക്കി. അപ്പം അതും കൂടെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി, ഒരു മധുരമായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് കരുതി. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വിഷുവിന് ഒത്തിരി സന്തോഷം കൂടെ ഉള്ള ദിവസമാണ്. 5 മാസത്തിന് ശേഷം മോള് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പം വിഷുവിനും കൂടെ ആയതുകൊണ്ട് നമുക്കൊരു ആഘോഷമാണല്ലോ. ഇനിയിപ്പോൾ ഓണത്തിന് അവൾ വരത്തില്ല, അവൾക്ക് ലീവ് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഇത് വിഷുവിൽ തന്നെ നമ്മളെല്ലാവരും കൂടെ അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് കരുതി. രാവിലെ എഴുന്നേറ്റു, വിഷുക്കണി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് അടുക്കളയിലോട്ടാണ്. ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. അതിന് ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ല, എന്നാലും അവൾക്ക് വേണമെന്ന് പറഞ്ഞ ഐറ്റംസ് എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കണിക്കൊന്ന, നമുക്കിവിടെ കണിക്കൊന്നുള്ളതെന്ന് ഞാൻ കണ്ടില്ല, ഒരിടത്തും കണ്ടില്ലേ. ഈ 2-3 ദിവസം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്രകൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തു എവിടെയെങ്കിലും കൊന്നപ്പൂ ഉണ്ടോ എന്ന് നോക്കി. അപ്പം എൻ്റെ കണ്ണിലൊന്നും കണ്ടില്ല. അപ്പം ഓൺലൈൻ വഴി തന്നെ ഞാൻ ഈ പ്ലാസ്റ്റിക് കൊന്നപ്പൂ മേടിച്ചു. ചേട്ടായിയുടെ കയ്യിൽ നിന്ന് വിഷുക്കണി നീട്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പണ്ടൊക്കെ നമുക്ക് ഈ ഒരു 1-2 രൂപ കിട്ടുമ്പോൾ അതൊരു വലിയൊരു സന്തോഷമായിരുന്നല്ലോ. ഇതിപ്പോൾ ചേട്ടായിയുടെ കയ്യിൽ നിന്ന് ഒരു വിഷുക്കണി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് റോക്കി ഓടി വന്നു. ചേട്ടായിയും ചോദിച്ചു എനിക്കെവിടെ വിഷുക്കണിയെന്ന്. പിന്നെ ഉച്ചയ്ക്കുണ്ണാൻ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് ഉച്ചയൂണ് കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. പായസമൊക്കെ ഉണ്ടാക്കി. തൊട്ടടുത്ത് വേറെയും പായസങ്ങൾ വന്നു. അങ്ങനെ വിഷു എൻജോയ് ചെയ്തു.